ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. ആ യാത്ര അതിരപ്പള്ളി, വാഴച്ചാൽ, തുമ്പൂർമൊഴി, തൂക്കുപാലം ഇത്രയും സ്ഥലത്താണ് നമ്മളിന്ന് പോണത്. ഇതാണ് നമ്മുടെ കൗൺസിലർ ലൈജി ബിജു ചേച്ചിയാണ് നമ്മളെ ഈ യാത്രയ്ക്ക് കൊണ്ടുപോകണത്. കുറേ ചേച്ചിമാരുമായിട്ടാണ് നമ്മളിന്ന് യാത്ര പോണത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ. രാവിലെ 8:30 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പറവൂർന്ന് സ്റ്റാർട്ട് ചെയ്തു. അധികം വെയിലാവണതിന് മുമ്പേ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമൊക്കെ മാക്സിമം കാണാൻ പറ്റണം എന്ന് കരുതിയിട്ടാണ് അത്രയും നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് പോകണം. ഇവരൊക്കെ ഹാപ്പി ആയിട്ട് ബസ്സിലിരിക്കണു, സന്തോഷമായിട്ട്. നമ്മളിതേ ഇപ്പോൾ എവിടെ എത്തി? സമൂഹ സ്കൂള് എത്തണു. അപ്പോൾ നമ്മുടെ യാത്രയിൽ പാട്ടൊക്കെ വെച്ച് എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരുന്ന്, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാവരും ഇച്ചിരി മൊബൈലൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാലും അടിപൊളിയായിട്ടാണ് നമ്മൾ പോയി. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണ് പോയത്. യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചേന്ദമംഗലം വശത്തേ കൂടിയാണ് പോണത്. ഒഴിവ് ദിവസം ആയതുകൊണ്ട് തിരക്ക് കാണുമെന്ന് കരുതണം. കാരണം അത്യാവശ്യം തിരക്ക് ഉണ്ടാകും അതിരപ്പള്ളി, വാഴച്ചാൽ ഒക്കെ ആയിട്ട്. ഒഴിവ് ദിവസം ആയതുകൊണ്ടേ ശനിയാഴ്ച എല്ലാവർക്കും യാത്രയൊക്കെ പോകാൻ സൗകര്യമുള്ള ദിവസമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 28 പേര് കൂടിയ ടീമാണ് നമ്മൾ പോണത്. ചേച്ചിയാണ് എല്ലാ കോർഡിനേഷനൊക്കെ നടത്തി എല്ലാവരെയും ഹാപ്പിയാക്കി ഇരുത്താനായിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്. അതിനിടയിൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പുത്തമേലിക്കര പാലമാണ് കേട്ടോ. പുത്തമേലിക്കര പാലം കയറി നമ്മൾ. നല്ല ഭംഗിയില്ലേ പുഴയും പാലത്തുമേക്കൂടെയുള്ള ആ വ്യൂ കാണാനായിട്ട്. യാത്രകളൊക്കെ പോകുമ്പോൾ കുറേയധികം ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിരിക്കും. മനസ്സിന് കുറേ സന്തോഷം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തർക്കും യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും പോയിട്ടുള്ള സ്ഥലമൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ അതിരപ്പള്ളി, വാഴച്ചാൽ. എന്നാലും ഓരോ കുറച്ച് നാളെത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഓർമ്മകളൊക്കെ ഒന്ന് രണ്ടാമത് ഓർക്കാനൊക്കെ ഒരു സഹായമാവില്ലേ. അധികം വെയിലാവണതിന് മുമ്പായതുകൊണ്ടൊക്കെ നല്ല രസമുള്ള യാത്രയായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എനിക്ക് യാത്രകളെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം എപ്പോഴും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരാളായിരുന്നു ഞാൻ. പണ്ടത്തെ യാത്രകളിലൊക്കെ ഈ പറഞ്ഞോണം കൂടെ വന്നവരൊക്കെ കഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴേക്കും യാത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അവോമിനെടുത്ത് കഴിക്കും. ഇങ്ങനെ വോമിറ്റിങ്ങിനെ ഇത് ചെയ്യണ ഗുളികയാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോയി വരാം. മറ്റേത് ആകെ നമ്മൾ ഡെസ്പായിരിക്കും ഈ വോമിറ്റിങ്ങൊക്കെ കൊണ്ട്. നല്ല ഭംഗിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു. നിറയെ മരങ്ങളൊക്കെ ഉള്ള, അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഭാഗത്തേക്കാണ് നമ്മൾ കടന്നേക്കണത്. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള അതിരപ്പള്ളിയിലെത്തും. ഒരുപാട് തിരക്ക് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ. ചുറ്റും നിറച്ച് മരങ്ങളും നല്ല പച്ചപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു പോവാനായിട്ട്. അടിപൊളിയായിരുന്നു. ഇത് അതിരപ്പള്ളി എത്താറാവുമ്പോൾ ഉള്ള തോട്ടമാണ്. ഈ തോട്ടത്തിൽ കൂടെ യാത്ര ചെയ്യാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളൊരു തവണ ഈ തോട്ടത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് തോട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്രീമിൽ നിന്ന് കൊലയായിട്ട് കുറച്ച് കായകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്.
കുറേ ദൂരം വരെ ഉണ്ട് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ പാം ട്രീന്ന് അങ്ങനെ എന്താണോ ഇതിനെ പറയണേ, എനിക്കിതിൻ്റെ പേര് ഉറപ്പില്ല. ഒരുപാട് ഏരിയ മുഴുവനും ഈ മരമാണ് അവിടെ, ഈ തോട്ടമാണ്. നല്ല ഭംഗിയില്ലേ ഉള്ളിലോട്ട് നോക്കുമ്പോൾ. മലകളൊക്കെ കണ്ടു തുടങ്ങി, നമ്മൾ എത്താറായിട്ടുണ്ട്. അത് നല്ല വലിയ മലയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുക്കും. അത് കഴിഞ്ഞിട്ടിരുന്നുണ്ട് ബസ്സിലിരുന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു എല്ലാവരും. കണ്ണെത്താ ദൂരത്തോളമാണ് ഈ മരം പിടിപ്പിച്ചേക്കണത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ പ്ലെയിനായിട്ട് കാണുന്നുണ്ട്, അല്ലാത്ത സ്ഥലത്തൊക്കെ ഈ മരമാണ്. ഏറ്റവും നല്ല സീറ്റ് വിൻഡോ സീറ്റാണ് യാത്രയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ സീറ്റാണ്. ഇപ്പം നമ്മൾ അതിരപ്പള്ളി എത്തി. ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഇവിടെ, പാവകളായിട്ടും പിന്നെ പൈനാപ്പിള്, മാങ്ങ, പേരയ്ക്ക ഒക്കെ മുളകിട്ടും ഉപ്പിട്ടും ഒക്കെ വെക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൂടെ നമ്മുടെ ടീം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നടന്നു പോവുകയാണ്. ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ചേച്ചിമാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ 2-3 ചേച്ചിമാരും മക്കളും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സന്തോഷമായിട്ട് കാണാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറി വരുന്ന വഴി ഇതാണ് കേട്ടോ. ഈ വഴി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ മുകളിലെ പോർഷനിൽ എത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് താഴെ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയാൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഇത് നമ്മുടെ ടീമിനെ ഒരുമിച്ച് നിർത്തിയേക്കുന്നതാണ്. ടിക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ടിക്കറ്റ് ഒരുമിച്ച് കൊടുത്തിട്ട് നമ്പർ നോക്കിയിട്ടാണ് അവർ ഉള്ളിലേക്ക് കടത്തി വിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചേച്ചിമാരിങ്ങനെ ടിക്കറ്റ് കൊടുത്തപ്പോൾ ഓരോരുത്തരായിട്ട് കടത്തി വിട്ടു. ഇതാണ് ആ പോണ റൂട്ട്. മുളയുടെ വേലി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ള് മരങ്ങളുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാൻ കുറേ നാൾ മുമ്പ് വന്നേക്കണതാണ് ഇവിടെ കാണാനായിട്ട്. ഒരു തവണ വന്നേക്കണത് ആൻറ്റിയുടെ മകളുടെയൊക്കെ കൂടെ ഫാമിലി എല്ലാവരുമായിട്ട് കുളിക്കാനൊക്കെ വന്നതാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. കുറച്ച് നാളായി വന്നിട്ട്. ആൻറ്റിയുടെ മോളുടെ മനസ്സമ്മതത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കുളിച്ചതാണ്. പിന്നെ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും അധികം ക്ഷീണമൊന്നും തോന്നിയില്ല. അധികം വെയിലുണ്ടായിരുന്നില്ല. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ വെയിൽ നമുക്കറിയാൻ പറ്റാതിരുന്നത്. അതിരപ്പള്ളിയുടെ ആ മുകളിലെ വശത്ത് തുറന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും മിക്കവരും തൊപ്പിയും കൊടയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. വെയിൽ ഇച്ചിരി കാഠിന്യമുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനെ കരുതിയിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അതിൻ്റെ എൻട്രൻസിലോട്ട് എത്തി. ബാക്കിയുള്ളവരും കൂടിയൊക്കെ ഒന്ന് പാസ് ചെയ്ത് വരാണ്. എത്തിയതിൻ്റെ സന്തോഷം കൊണ്ടാണ്. അപ്പം നമ്മൾ 3 പേരും ലാസ്റ്റാണ് നടന്നു വന്നത്. അപ്പം നമ്മളൊരു വീഡിയോ എടുത്തതാണ്. ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പഠിച്ചു വരണേ ഉള്ളൂ. ഇനി ഇതിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ അരിയത്ത് അവർ
കുറേ പ്രോഡക്റ്റ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. വരുന്നവർക്കുള്ള വെള്ളം വാങ്ങിക്കാം, ഐസ്ക്രീം വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ഇതേ എത്തി. അടിപൊളി വ്യൂ അല്ലേ? നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. മിക്കവരും കുടയൊക്കെ തുറന്ന് അധികം വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ, കുറേ പേരുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ ഒഴുകിയിട്ട് അവിടെ നിന്ന് കുത്തനെ താഴേക്ക് ഇങ്ങനെ വീഴും. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഏരിയ ഫുള്ള് മലയും മലകളൊക്കെ ആയിട്ട് ഈ വെള്ളം ഒഴുകണതും. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. മുകളിൽ മാത്രമല്ല ഇതിൻ്റെ വ്യൂ, താഴോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് പോർഷനുണ്ട്. ആ താഴോട്ട് ഇറങ്ങാനുള്ള പോർഷനിലേക്കാണ് കുറേ പേര് പോയിരുന്നേച്ചത്. അപ്പോൾ അത് ഇത്തിരി അധികം ഇറങ്ങാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് കുറേ പേര് കണ്ടത്. പക്ഷേ ഞങ്ങളുടെ ടീമിൽ കുറച്ച് പേര് താഴോട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അവിടെ കാണാനെന്ന് പറഞ്ഞു. ശരിക്കും വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ കാറ്റത്ത് തെറിച്ച് വരും. അത്രയ്ക്കും തൊട്ടടുത്ത് വെള്ളച്ചാട്ടം കാണുകയും ചെയ്യാം. നല്ല രസമാണ് കാണാനെന്ന് അവർ പറഞ്ഞേ. അടിപൊളിയല്ലേ? അവിടെ ഒരു ചെറിയൊരു ഓലപ്പുര പോലെ കാണുന്ന സ്ഥലത്ത് 2 ഗാർഡ്സ് ഇരിപ്പുണ്ട്. നമ്മൾ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ അങ്ങോട്ട് തൊട്ടടുത്തേക്കൊന്നും ചെല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരാനായിട്ട് 2 ഗാർഡ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതങ്ങനെ കുത്തനെ വീഴും. നല്ല ഭംഗിയില്ലേ? അത് ഫുള്ളിങ്ങനെ കാറ്റത്ത് അതിൻ്റെ നേരെ താഴെ കുറേ പേര് കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മോത്തിക്കൊക്കെ ഇങ്ങനെ തുള്ളികളായിട്ട് ഇങ്ങനെ തെറിക്കും എന്ന് പറഞ്ഞേ അവർ. നല്ല ആഴത്തിലേക്ക് തന്നെയാണ് കേട്ടോ അത് വീഴുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നണില്ലെങ്കിലും ഇത് ദൂരെ നിന്ന് എടുത്തേക്കണതായതുകൊണ്ടാണ് അങ്ങനെ തോന്നണത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുമുള്ള വ്യൂ ആണിത്. ദൂരെ വരെ കാണാമെന്നറിയോ? അടിപൊളി വ്യൂ ആണിത്. അവിടെ കുറേ നേരം ഞങ്ങൾ നിന്നിട്ടാണ്, കുറേ നേരം നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ തൊട്ടടുത്തൊക്കെ ആ ഒരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബോർഡറിൻ്റെ അവിടം വരെയൊക്കെ പോയി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് കുറേ നേരം കണ്ട് കുറേ ടൈം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം നമ്മളും ആ ബോർഡറിൻ്റെ തൊട്ടടുത്തേക്ക് പോന്നു. ഇവിടെ നിന്നിട്ട് തൊട്ട് താഴെയുള്ള ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. തലേ ദിവസം നല്ല മഴയായിരുന്നത് കൊണ്ടാവാം ഇത്തിരി ഒഴുക്ക് കൂടുതലായിരുന്നു. അപ്പോൾ കളക്ടറുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, കുളിക്കാനൊക്കെ ഇറങ്ങാനായിട്ടുള്ള ഇത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് കാരണം കുളിക്കാനൊക്കെ ആൾക്കാർ വളരെ കുറവായിരുന്നു അവിടെ ഇറങ്ങിയിരുന്നേച്ചത്. ഞങ്ങളെല്ലാവരും കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തലേ ദിവസത്തെ ശക്തമായ മഴയിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ വന്നു. എന്നാലും ഇവിടെ ഒന്ന് കാലെങ്കിലും നനച്ചിട്ട് പോയില്ലെങ്കിൽ ഒരു വിഷമാവുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് പേരൊന്ന് ഇവിടെ ഒന്ന് ഇച്ചിരി ഒന്ന് കാലൊക്കെ നനച്ച് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇത്തിരിക്കോളം ഒന്ന് കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കയറി പോകുന്നത്. ചേച്ചിയാണ് എല്ലാത്തിനും മുന്നിട്ടിട്ട് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നിർബന്ധിച്ച് വിളിക്കണത്. എല്ലാവരും വെയിലൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി മടി പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ട് എല്ലാവരും ഇറങ്ങി ഇച്ചിരി നിന്ന് കാലൊക്കെ നനച്ച് ഇത്തിരി ദൂരമൊക്കെ നോക്കി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ചേച്ചിയുടെ കൂടെയുള്ള ഓരോ യാത്രയും ഹാപ്പി ആയിട്ടുള്ള യാത്രകളായിരുന്നു. വളരെ നമ്മളെയൊക്കെ ഭയങ്കര എന്താ പറയുക, ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇത് വാഴച്ചാല ആണ്. വാഴച്ചാലിൻ്റെ ഇടയിൽ ട്രാവൽ ചെയ്യണ വീഡിയോ ഞാൻ എടുത്തില്ല, മറന്നുപോയി. അപ്പോൾ വാഴച്ചാലാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയേക്കുന്നത്. ഇവിടെ ഇഷ്ടമാതിരി കുരങ്ങുകളുണ്ട് കേട്ടോ. ആ വനശ്രീ എന്ന് പറഞ്ഞ തേനൊക്കെ നാച്ചുറലായിട്ടുള്ള തേനൊക്കെ കിട്ടുന്ന കടയുടെ മുകളിലെ ഷീറ്റിൻ്റെ മുകളിൽ ഫുള്ള് കുരങ്ങുകളായിരുന്നു. അവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അവിടെ. കുഞ്ഞു കുരങ്ങും അപ്പൻ അമ്മ ഒക്കെ ആയിട്ട് അവരിങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കായിരുന്നു. കണ്ടോ? ചെറുത് വരെ ഉണ്ട് കേട്ടോ. അവർ നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരണുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു മോള് വാങ്ങിച്ച
ഐസ്ക്രീം ഇങ്ങനെ വാങ്ങിച്ചെടുത്തുകൊണ്ട് പോയി മുകളിലേക്ക് ഒരു കുരങ്ങൻ വന്നിട്ട്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വാഴച്ചാലിൻ്റെ അവിടെ കുരങ്ങുകളൊക്കെ കാണുമ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ പിന്നെ ഗ്രൂപ്പ് വീഡിയോ ഒക്കെ എടുത്ത് അവിടുത്തെ തന്നെ ഒരു ഗാർഡാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ ഈ ഗ്രൂപ്പ് വീഡിയോ എടുക്കാനൊക്കെ. കണ്ട ഇവരിവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിലത്തിരിക്കണു. ഒരാളെയും പേടിയില്ല കേട്ടോ അവർക്ക്. നമ്മളെ എല്ലാവരെയും എപ്പോഴും ഇങ്ങനെ അവിടെ യാത്രയ്ക്ക് വന്നവരെല്ലാവരെയും കണ്ട് ഇവർക്ക് യാതൊരു പേടിയില്ല. കയ്യിൽ കുപ്പിയോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് തട്ടിപ്പറിക്കുന്നുമുണ്ട് അവർ. അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പോഴും മുതിർന്നവരാണെങ്കിലും എടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ ചെല്ലുമ്പോൾ. ഇതൊരു കുഞ്ഞു കുരങ്ങനാണേ. ആളും ഒരു പേടിയില്ലാണ്ട് അവിടെ വന്നിരുന്ന് ഞാൻ ക്യാമറയായിട്ടൊക്കെ അരിയത്ത് തന്നിട്ടും ഒരു പേടിയില്ല. എന്നെ കണ്ടത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നുണ്ട്. പോസ് ചെയ്യാനൊക്കെ ഒരു മടിയുണ്ട്. പോവാണ് ആൾ. ഇഷ്ടപ്പെട്ടില്ല. ഫേമസ് ആവാൻ താല്പര്യമില്ല ആൾക്ക്. നമ്മൾ വിടൂലല്ലോ. വീണ്ടും ക്യാമറയായിട്ട് അരിയത്തോട്ടി എന്ന്. അപ്പോൾ അടുത്ത ആളെ അതിനെ വിളിച്ചുകൊണ്ട് പോയി. വാഴച്ചാലിൻ്റെ എൻട്രൻസിലോട്ട് നമ്മൾ എത്തണേണ്. നല്ല സൗണ്ടാണ് കേട്ടോ വെള്ളം വീഴണേ. ഞാൻ വീഡിയോ മ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് ആ സൗണ്ട്. നോക്കട്ടെ അത് റെഡിയാക്കാൻ പറ്റുമെന്ന്. നല്ല പൊക്കത്തുനിന്ന് വെള്ളം വീഴുന്ന സൗണ്ടാണ്. എരമ്പൽ പോലെ കേൾക്കാം നമുക്ക്. നല്ല ഭംഗിയാണ് കേട്ടോ അത് നോക്കി നിൽക്കാനായിട്ട്. കുത്തി ഒഴുകി ഇങ്ങനെ താഴോട്ട് പോണത്. അതിരപ്പള്ളിയുടെ അവിടെ ഇങ്ങനെ ഭയങ്കര താഴോട്ടേക്ക് പതിക്കണ പോലെയല്ല. ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് പോണ പോലെയാണ് വാഴച്ചാലിൻ്റെ വെള്ളച്ചാട്ടം കാണാനായിട്ട്. വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തതുകൊണ്ടായിരിക്കാം. അടിപൊളി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരുപാട് പേര് ഇവിടെയും കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ കൈവരി പിടിച്ചിട്ട് നമുക്കിങ്ങനെ നടന്നു പോകാം. കുറച്ചധികം ദൂരം നടന്ന് ഇതിൻ്റെ സൈഡ് വ്യൂ കാണാനുണ്ട്. താഴോട്ടേക്ക് പോവാണ് ആ വെള്ളം ഫുള്ള് ഒഴുകിയിട്ട്. ഒരുപാട് നാളത്തിൽ ഞാൻ കാണുന്നതാണിത്. കുറേ നാൾ മുമ്പ് വന്നേക്കുന്നതാണ്. ഒരുപാട് ദൂരം വരെ ഉണ്ട് കേട്ടോ ഈ ഇങ്ങനെ ഒഴുകി വരണത്. ഒരുപാട് ദൂരം വരെ ഉണ്ട്. എല്ലാവരും വീഡിയോ എടുക്കണു, ഫോട്ടോ എടുക്കണു. ഫാമിലി ആയിട്ടൊക്കെ നിന്ന് പോസ് ചെയ്തൊക്കെ എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. ഞങ്ങളും കുറച്ച് പേർക്ക് എൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ നല്ല തണലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചു കേട്ടോ. അവിടെ ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ബെഞ്ചിലൊക്കെ അടിപൊളിയായിട്ടിരുന്ന്. വലിയ മരങ്ങളുണ്ടായിരുന്നു. പിന്നെ പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് നടന്ന് അവിടെ കുറേ നേരം ബെഞ്ചിലൊക്കെ ഇരുന്ന്. ഈ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയൂണ് കഴിക്കാനായിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വിശ്രമിച്ചാലും കുഴപ്പമില്ലായിരുന്നു. കാരണം ഇത്തിരി കൂടെ സമയം ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഈ കൈവരി പിടിച്ച് നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഈ നടന്നു പോണ വഴികളിലുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. കുറച്ച് ചേച്ചിമാർ മുന്നിൽ നടന്നു പോയി. പിന്നെ കുറച്ച് പേര് നമ്മുടെ പുറകിലുണ്ട്. അപ്പം ഞാൻ അവരുടെ കൂടെ ഇത്തിരി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങ് നടന്നെന്നുള്ളൂ. നമ്മളെ കൗൺസിലർ ചേച്ചി. ലൈജി ബിജു എന്നാണ് കേട്ടോ ഞങ്ങളുടെ കൗൺസിലറിൻ്റെ പേര്. ഒരുപാട് യാത്രകളൊക്കെ പോകാനായിട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ അടിപൊളി വൈബാണ് നമ്മുടെ കൂടെ. കണ്ട ഉള്ളിൽ കൂടെ കുറേ നടക്കാനുണ്ട്. ആ നടക്കാനുള്ള ഏരിയ മുഴുവനും മരങ്ങളും അധികം വെയിലും ഇല്ല. നല്ല തണലായിട്ട് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. ഈ വഴിയിലൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. മുളയും കൊണ്ടുള്ള ചെറിയൊരു പാലം പോലെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോകളൊക്കെ എടുക്കാം. അതുപോലെ തന്നെ
കുടിലുകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കയറി നിന്നും ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ചേച്ചിമാരൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് ചുറ്റുപാടൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നു. ചേച്ചി അപ്പുറത്ത് പോയിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് വാഴച്ചാലിൻ്റെ അവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഒരുപാട് പേര് ഇതെല്ലാം നിന്ന് കാണാമായിരുന്നു കേട്ടോ. ഞങ്ങളും അതിൻ്റെ ഒപ്പം തന്നെയൊക്കെ നിന്ന് കണ്ടു. അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോണ വഴിക്ക് എടുത്ത വീഡിയോസാണ് ഇതെല്ലാനും. ഇതിങ്ങനെ പരന്നൊഴുകുകയാണ്. കുറേ പാറക്കല്ലൊക്കെ ആയിട്ട്. ഇതാണ് പറഞ്ഞ കൈവരി. കൈവരിയുടെ സൈഡിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈഡ് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, താമസക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീട്ടിലത്തെ ചേച്ചിമാരൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ടാർപ്പൊക്കെ കെട്ടിയിട്ട് സർബത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, വിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാവരും അതിൻ്റെ സൈഡ് വ്യൂകളാണ് കേട്ടോ. നമ്മൾ ആ നടന്നു പോണ വഴികളിൽ കാണാനായിട്ടുള്ള കാഴ്ചകളാണ്. ഇതുപോലെ ഒഴുകി പോണതൊക്കെ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോയിട്ടാണ് അവിടെ വാഴച്ചാലിൻ്റെ ആ വശത്തു നിന്ന് താഴോട്ട് പതിക്കണത്. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. മഴ പെയ്ത കാരണം വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നും ആരും കുളിക്കാൻ ഇറങ്ങണില്ല, അത്ര ഡേഞ്ചറാണ്. നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയായിട്ട് പോണില്ലേ, വെള്ളം ഒഴുകി പോകുന്നുണ്ടോ, സ്പീഡുണ്ട് വെള്ളത്തിന് നല്ല. ഇവിടുന്ന് നമ്മൾ വാഴച്ചാലിൽ നിന്ന് തിരിക്കുകയാണ്. തുമ്പൂർമൊഴി പോകാനായിട്ട് നമ്മൾ ഇറങ്ങാണ്. ഇതിനിടയിൽ ഒരു ഗ്യാപ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വിചാരിക്കണേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ അതിനിടയിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അതും കൂടിയും കണ്ടിട്ടാണ് നമ്മൾ തുമ്പൂർമൊഴി എത്തുക. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെയാണ് വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയത്. ഈ വാട്ടർഫാൾസിൻ്റെ പേരാണ് ചാർപ്പ വാട്ടർഫാൾസാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് സ്ലോപ്പിൽ നമുക്ക് കാണാവുന്ന ഏരിയയിലാണ്. അവിടെ ഒരു പാലം പോലെ ചെയ്തിട്ടിട്ടുണ്ട്. ആ പാലത്തുമ്മ കയറിയാൽ നമുക്ക് ഭംഗിയായിട്ട് കാണാം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പാലമാണത്. ചെറിയൊരു പാലം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കലുങ്ക് പോലെ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇവിടെ കുറച്ച് നേരം നമ്മൾ നിർത്തിയിട്ട് എല്ലാവരും ഇവിടേക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് കാണാനായിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടത്. എല്ലാവരും കൂടിയും പാലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് വന്ന വീഡിയോസൊക്കെ നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് എൻ്റെ ശരിക്കുള്ള വ്യൂ. ചുറ്റും കാട് പോലെയാണ്, നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് ആരും ഇറങ്ങണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങാനൊന്നും ഇവിടെ പറ്റില്ല. പക്ഷെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നേ ഉള്ളൂ.
എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കണ്ടപ്പം. ഇതൊരു വളവിലായിട്ടാണ്, അപ്പം നിർത്തിയില്ലെങ്കിലും മിക്കവരും ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടീം ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ നിറച്ച് ഒരു നിറവായിരുന്നു. എല്ലാവരും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും ഒക്കെ. ചേച്ചി തന്നെ നിർത്തിയിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. എല്ലാവർക്കും വീട്ടിൽ ചെന്ന് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ കാണിച്ചൊക്കെ കൊടുക്കണ്ടേ. എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൂർ പോയ അയ്യപ്പ എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടത്. നല്ല കംഫർട്ടായിട്ടിരുന്ന് പോകാനൊക്കെ പറ്റി. നല്ല ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ നമ്പർ ഞാൻ എന്തായാലും ഇതിൽ കൊടുക്കണമെന്ന് കരുതുന്നുണ്ട്. ഇത് തുമ്പൂർ മൊഴിയിൽ നമ്മൾ എത്തിയപ്പോൾ അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് പോലെ, അതും അവിടുത്തെ ഈ ചെടിയുമ്പോൾ നിറയെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കളേഴ്സിലുള്ള ചിത്രശലഭങ്ങളുണ്ടായിരുന്നു. കുറേ അതും ഇരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ചുറ്റും പറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം എടുത്തതായിരുന്നു. നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. ഈ ഒരു ചെടിയുടെ ചുറ്റും കുറേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചെടി നിൽക്കുന്ന ചട്ടികളുടെ ചുറ്റുമൊക്കെ ഇതുപോലെ കൂട്ടം ഇട്ട് ഒരു പറക്കായിരുന്നു കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രശലഭങ്ങളായിരുന്നു. ഈ പാർക്കിൽ ഒരുപാട് സ്ഥലത്ത് ഈ ചെടി നട്ടിട്ടുണ്ട്. ഈ ചെടിയുടെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്തു. അവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി തൂക്കുപാലത്തിലോട്ട് എൻ്റർ ആവാണ്. ആ തൂക്കുപാലം ഈ സൈഡിൽ നിന്ന് അപ്പുറം വരെ നടന്ന് കണ്ടതിന് ശേഷം അതിനപ്പുറത്ത് പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും കൂടി ഉണ്ട്. നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല, സമയക്കുറവ് മൂലം നമ്മളത് ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പാലത്തുമ്മലൊക്കെ നിന്നിട്ട്, തൂക്കുപാലത്തുമ്മ നിന്നിട്ട് ഒരുപാട് പിക്ചേഴ്സൊക്കെ എടുത്തു. നമ്മുടെ കൂടെയുള്ള പിള്ളേർ സെറ്റിലുള്ള പയ്യന്മാരാണിത്. അവർ നല്ല അടിപൊളിയായിട്ട് ടൂറിൽ ആക്റ്റീവായിരുന്നു. തൂക്കുപാലത്തിൻ്റെ അടിയിൽ കൂടെ പോണ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കലങ്ങിയിട്ടാണ് ഒഴുകുണ്ടായിരുന്നത്. അപ്പം അത് കാരണം ആ തൂക്കുപാലത്തിൻ്റെ അവിടെയും തുമ്പൂർ മൊഴിയിലും നമുക്ക് കുളിക്കാൻ ഇറങ്ങാനൊന്നും പറ്റിയില്ല. വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, കലങ്ങിയ പോലെയാണ് വെള്ളം ഇരിക്കണേ. ഇവിടെയും ആരെയും കുളിക്കാൻ ഇറക്കുന്നുണ്ടായിരുന്നില്ല. നല്ല രസമാണ് ഈ തൂക്കുപാലത്തിൽ കൂടെ നടക്കുമ്പോൾ. കുറേ പേരിങ്ങനെ നടക്കുമ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങും. നമുക്ക് നല്ല പേടിയുമാവും ഇതിൽ നടക്കാനായിട്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. അതിങ്ങനെ കുറേ പേര് നടക്കണതിൻ്റെ ചെറിയൊരു അനക്കങ്ങളാണ്. പിന്നെ ഇതിങ്ങനെ അനങ്ങണാകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ കയറുമല്ലോ, അത്രയേ ഉള്ളൂ. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും. ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ് ഈ തൂക്കുപാലത്തിൻ്റെ. ഇവരൊക്കെ പ്രകൃതി ഗ്രാമമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നവരായിരുന്നു. നമ്മൾ അറ്റം വരെ പോയി. അവിടെ ഒരു ഗാർഡ് ഉണ്ടായിരുന്നു. ഗാർഡ് നമ്മളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു പാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നു. ഈ പാലത്തിൽ കയറാനും ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട്. അത് പേ ചെയ്തിട്ട് വേണം പോരാനായിട്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തത് ഞാൻ ഇതിൻ്റെ എൻഡിങ്ങിലായിട്ട് കയറ്റിയതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവിധ സപ്പോർട്ടുകളും തന്നെ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു.